കൂട്ടുകാരും കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് എപ്പോഴും ഒരു കൃഷി എടുക്കല് അല്ലെങ്കിൽ വിളവെടുപ്പ് അല്ലെങ്കിൽ പൂക്കളെ കാണിക്കൊക്കെ ആണല്ലോ. ഇന്ന് അതൊന്നുമല്ല. ഇന്ന് ഞാൻ വരുന്നത് ഒരു വെറൈറ്റി അന്നത്തെ വീഡിയോ. നമ്മൾ കൃഷി എടുക്കുമ്പോൾ ധാരാളം കരിയില വേണമല്ലോ. കരിയിലയാണല്ലോ എൻ്റെ മെയിൻ താരം. നമ്മളെ കൃഷിയുടെ താരം തന്നെ കരിയില. അപ്പൊ കരിയില നമുക്ക് കിട്ടണമെങ്കിൽ അടിച്ചു വാരിയിട്ട് എടുക്കണം. അപ്പൊ അടിച്ചു വാരി എടുക്കാൻ ബെസ്റ്റ് ചൂലുണ്ടെങ്കിൽ ആ കരിയില തോട്ടും അടിച്ചു വരാം, റോഡ് സൈഡും അടിച്ചു വരാം, മുറ്റും അടിച്ചു വരാം. നല്ല സൂപ്പറാ. നമുക്കിങ്ങനെ നല്ലോണം കുനിയൊന്നും വേണ്ട, കുറച്ച് കുനിഞ്ഞുകൊണ്ട് നല്ല ഉറപ്പില് കയ്യിലൊക്കെ നല്ല സുഖത്തിൽ പിടിക്കാൻ പറ്റിയ സൗകര്യമുള്ള ഒരു ചൂലുണ്ട്. ആ ചൂല ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും കരിയില കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം മുറ്റത്തേക്ക് ഇറങ്ങിയാൽ കുറേ ചപ്പുകളും ഇലകളും കണ്ടപ്പം ഭയങ്കര സന്തോഷമാണ് ഉള്ളിൽ. ഇന്ന് കുറേ കിട്ടിയല്ലോ, അങ്ങനെ എത്രയോ കമൻറ്റ് വരുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കാരണം അടിച്ചു വാരാൻ നല്ല സൗകര്യമുള്ള, കൈ പിടിക്കാൻ നല്ല സൂപ്പർ സുഖമുള്ള ചൂലുണ്ടാക്കാൻ പോവുക ഞാൻ. അപ്പം ഞാൻ ചൂലുണ്ടാക്കുന്ന ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ നല്ല നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും നാളെ തന്നെ അത് ഉണ്ടാക്കാനും ഒരുങ്ങും. എന്നാൽ വരി നമുക്ക് ചൂലുണ്ടാക്കാലോ. ഞാൻ പറമ്പിൽ ഇങ്ങനെ പണിയെടുത്തോണ്ട് നിൽക്കുമ്പോൾ ഒരു മട്ടലങ്ങ് വീണ്. അപ്പം മട്ടൽ എൻ്റെ കൺമുമ്പിലാ വീണതെങ്കിൽ ആ മട്ടലിൻ്റെ പണി കഴിഞ്ഞു. അന്നേരം തന്നെ ഞാൻ ഉറപ്പിച്ചു പണി നിർത്തത്. ഞാൻ എല്ലാം ഇങ്ങനെ വെട്ടി എടുത്ത് ഇങ്ങനെ വെട്ടാൻ അറിയുന്നവർക്കൊക്കെ നല്ല സൗകര്യത്തിൽ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ വെട്ടി ഇങ്ങനെ കെട്ടാക്കിയിട്ട് ഇങ്ങനെ അട്ടിക്ക് വീട്ടിന്റെ ബാക്കിലൊക്കെ വെക്കലായിരുന്നു. ഇപ്പൊ ഇതിന്റെ അങ്ങനെ കെട്ടലുമില്ല, ഓൾറെഡി തറക്കാനും ആർക്കും അറിയില്ല, ഓരോടിന്റെ ആവശ്യമില്ല, ഒക്കെ ഗ്യാസായി മാറിയില്ല. പണ്ട് തന്നെയായിരുന്നു. ഇപ്പൊ ഇതിന്റെ ആവശ്യം താരായി വരുന്നത് ചൂല. ഇപ്പൊ എല്ലായിടത്തും ഇങ്ങനത്തെ ചൂല. ഇപ്പൊ നമ്മളെല്ലാവരും പ്രിയപ്പെട്ടവരെല്ലാവരും ഇങ്ങനത്തെ ചൂലുണ്ടാക്കട്ടെ, ആ കരിയിലൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഞാൻ ഇത് തറച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് ഈ താമസിക്കുന്ന പറമ്പിലല്ല, അപ്പുറത്തെ പറമ്പിലേന്. അപ്പൊ അപ്പുറത്തെ പറമ്പിൽ നിന്ന് കെട്ടിക്കൊണ്ടുവരുമ്പോ റോട്ടുമ്പോ നോക്കുമ്പോ ഒരു കുപ്പി ഒന്നല്ല 2 കുപ്പി എനിക്ക് കിട്ടി. കുട്ടികളൊക്കെ കുടിച്ചിട്ട് ആ പെപ്സിന്റെ ഒക്കെ ചെറിയ കുപ്പികൾ ഉണ്ടാവൂലേ, അതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെറിയലല്ലേ. അവര് വേസ്റ്റ് ആയിട്ട് വലിച്ചെറിഞ്ഞു. ആ വേസ്റ്റ് എനിക്കൊരു അനുഗ്രഹമായി. കാരണം ഞാൻ ആരും കാണാണ്ട് അതിങ്ങ് എടുത്തു. ഇപ്പൊ ആരും കാണാണ്ടി ഒന്നുമല്ല, കണ്ടോണ്ടും എനിക്കിപ്പോ പ്രശ്നമില്ല ആര് കണ്ടാൽ. അങ്ങനെ ആ 2 കുപ്പി എടുത്തു, ഇത് എടുത്ത് ഇങ്ങ് വന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ചൂലുണ്ടാക്കട്ടെ. അങ്ങനെ ഇത് ഞാൻ ഓരോന്നായിട്ട് ഈർക്കിളി എടുക്കട്ടെ കേട്ടോ. ഈർക്കിലുണ്ടാക്കാൻ മാത്രമേ കുറച്ചൊരു സമയം എടുക്കുള്ളൂ. എല്ലാവരും പറയും പച്ചയാണ് ചൂലുണ്ടാക്കാൻ നല്ലത് എന്നുള്ളത്. പക്ഷെ പച്ചക്ക് ഉറപ്പ് കുറവാ. പച്ച ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ അങ്ങ് ചെയ്താൽ മതി. എല്ലാതരം കത്തികളും ഉണ്ടെങ്കിൽ നല്ല സൗകര്യ. ഇതാ നമുക്ക് ലേഡീസിന് എത്രയായാലും മതിയാവാത്തൊരു സംഭവം ചൂല്. ഞാനൊക്കെ പട്ടന്റെ ചൂലായിരുന്നു എടുക്കല്. പിന്നെയാണ് ഇത് പഠിച്ചതിന് ശേഷം പിന്നെ പട്ടന്റെ ചൂലൊക്കെ പോയി. അതൊന്നും ഇപ്പൊ എൻ്റെ അടുത്ത് ഇല്ലാണ്ടായി. ഞാനിപ്പോ സ്ഥിരമായിട്ട് ഇതാ അകടിച്ചു വരാനും പുറടിച്ചു വരാനും എല്ലാം ഇതാ. ഏറ്റവും നല്ലത് തോട്ടടിച്ചു വരാനാ. നല്ല ഉറപ്പാണ്. തേയ്മാനം അങ്ങനെ ഇല്ല കേട്ടോ. അങ്ങനെ ഒന്നും തേഞ്ഞു മാഞ്ഞു പോണൊന്നുമില്ല. അങ്ങനെ വീണ് പോയില്ല. ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഓരോന്ന് പൊടിഞ്ഞു പോകലല്ല. നമ്മൾ വാങ്ങുന്ന ചൂലൊക്കെ എന്നാ ഇതിനതൊന്നുമില്ല. എന്താ അറിയില്ല, മൊത്തത്തിൽ നല്ലതാ അത് കേട്ടോ. നല്ലത്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കുറച്ചൊരു സമയം എടുക്കുന്നത് ഈ ഒരു ഈർക്കിളി ഇങ്ങനെ എടുക്കുന്നില്ല. എടുത്തു കഴിഞ്ഞാൽ പിന്നെ പടപടാന്ന് ചൂലാവും. അപ്പൊ എനിക്ക് ഇത് മട്ടല് ഫ്രീ, പിന്നെ കുപ്പി ഫ്രീ. കുപ്പിയും ഈർക്കിളിയായി ചൂലിന്റെ പ്രധാനപ്പെട്ട താരങ്ങള്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മളെ മനസ്സും വേണം, മനസ്സ് വെക്കും വേണം. അതും കൂടി ചെയ്താല്, 3ഉം കൂടി ഒത്താല് ചൂല് റെഡി. നല്ല അടിപൊളി ചൂല്. നിങ്ങളൊക്കെ ഇങ്ങനത്തെ ചൂലാണോ ഉപയോഗിക്കുന്നത്? എങ്ങനെയാന്ന്, അല്ലെങ്കിൽ വാങ്ങുന്ന ചൂലോ? ഞാൻ പ്ലാസ്റ്റിക് ചൂലായിരുന്നു കേട്ടോ അതിന്റെ മുമ്പൊക്കെ ഉപയോഗിച്ചിരുന്ന്. അതൊക്കെ എന്തോ ഒരു പ്രയാസം പോലെ തോന്നുന്നു. ഇത് ഉപയോഗിച്ച് നോക്കുമ്പോ പ്ലാസ്റ്റിക് ചൂലൊന്നും നമ്മൾ ആരും ഉപയോഗിക്കൂല കേട്ടോ. ഇതങ്ങ് ഉപയോഗിച്ച് ശീലിച്ചു പോയാല് അടിച്ചു വരാൻ എന്തോ ഒരു മടി. ഇനി എല്ലാവർക്കും എനിക്കടക്കോ. ഇപ്പൊ എനിക്ക് അടിച്ചു വരാൻ ഒരു മടിയും ഇല്ല. പിന്നെ എൻ്റെ വീഡിയോയിലൊരു കമന്റ് വന്നു,
ഇപ്പൊ മുറ്റടിച്ചു വരാന് ഭയങ്കര ഇഷ്ടാ. മുറ്റത്ത് കുറേ കരിയിലും ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ ഭയങ്കര സന്തോഷാണ്. കാരണം ചാക്ക് നിറച്ച് കൃഷി ചെയ്യാന്നുള്ളത് അങ്ങനെയൊക്കെ ആയിപ്പോയി. നമ്മളെ കുടുംബം മൊത്തം എല്ലാരും ഇപ്പൊ കൃഷിയിൽ ഇറങ്ങിയത്. കാരണം മരുന്നടിച്ചല്ലേ നമ്മള് മക്കളെ തീറ്റിക്കുന്നത്. ഇപ്പൊ ഇതാവുമ്പോ ജൈവം ഉണ്ടാക്കണമെങ്കിൽ കരിയിലയൊക്കെ വേണമല്ലോ. അപ്പൊ കരിയില വേണമെങ്കിൽ ഈ ചൂല് ഉണ്ടെങ്കിൽ നല്ല സൂപ്പറാ. അപ്പൊ ഞാന് മൊത്തം ഇറുക്കിൽ എടുത്തിട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ സമയം അങ്ങ് പോയിപ്പോ. അങ്ങനെ ഞാന് ആ പട്ടമെന്ന് ഫുള്ള് ഇറുക്കിലിങ് എടുത്തു. ഈ ഇറുക്കിലി എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അതിന്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ, ബാക്കി ഭാഗം നമുക്ക് ഞാൻ എടുത്ത് കുറച്ച് കളഞ്ഞു പോയി. അത് നമുക്ക് പിന്നെ കൃഷി ചെയ്യുമ്പോ കരിയിലൊക്കെ ഇടുമ്പോ ആ കൂട്ടത്തിൽ അതും ഇടാം കേട്ടോ. അത് വെറുതെ കളയേണ്ട ആവശ്യമല്ല. അത് നമുക്ക് വളാക്കി എടുക്കുക. ഇത് നമുക്ക് ചൂലിന് വേണ്ടി എടുക്കാം, മറ്റേ വളത്തിന് വേണ്ടി എടുക്കുക. പിന്നെ മട്ടലിന്റെ കനുള്ള ഭാഗമൊക്കെ വിറകായിട്ടും എടുക്കുക. എല്ലാം നമുക്ക് ഉപയോഗിക്കേണ്ടത് ഒരു മട്ടൽ കിട്ടിക്കഴിഞ്ഞാല്. പിന്നെ അങ്ങനെ ഞാൻ ഇതിന് മാത്രമേ കുറച്ചൊരു താമസം ഉണ്ടായുള്ളൂ കേട്ടോ. അതാ ഒരു മട്ടലോണ്ട് ഒരു ചൂലൊന്നും അല്ല ഉണ്ടാക്കുക. അതാ കണ്ടില്ലേ. ഇനി ഞാൻ പറഞ്ഞല്ലോ മട്ടൽ എനിക്ക് വീഴവ ഞാൻ എടുത്തു കൊണ്ടുപോയി വരുന്ന വൈക്കല് കുപ്പി കിട്ടിയതാ. ഇതാണ് കുപ്പി, ഇതാണ് ചൂലിന് പാകം. ഈ ഒരു 10 രൂപന്റെ കടയിൽ നിന്ന് 10 രൂപ കുട്ടികൾ വാങ്ങി കുടിച്ചിട്ട് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞ് വലിച്ചിട്ട് എറിയല റോട്ടുമേല്. അത് ഞാൻ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നത് എനിക്ക് കിട്ടിയപ്പോ. അപ്പൊ ഇതുണ്ടെങ്കിൽ ഇത് നമ്മളുടെ ഇങ്ങനെ ഒരു പിടുത്തത്തിന് സുഖ ഇങ്ങനെ പിടിക്കാൻ. ഇതിന് കുറച്ച് വണ്ണുള്ളാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് സുഖം പോവും. ഒരു സുഖമല്ല, ഇങ്ങനെ കൈ അടിച്ചു വരാൻ കഴിയില്ല. എൻ്റെ അതും ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇതാണ് ഏറ്റവും ബെറ്റർ ഈ പാകം. അപ്പൊ ഞാൻ ഇതെടുത്തിട്ട് ചൂലുണ്ടാക്കണ്ടേ നമുക്ക്. ചൂലുണ്ടാക്കുന്നത് പണ്ട് കാലത്ത് ചൂലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇത്രയും എടുത്ത് കഴിഞ്ഞ് കയറോണ്ട് കെട്ടലിരുന്നു. പിന്നെ ഉജാലന്റെ കുപ്പി എടുത്തിട്ട് അത് രണ്ടറ്റം വെട്ടി മാറ്റി അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വിടലായിരുന്നു. അതും കഴിഞ്ഞു, അക്കാലും കഴിഞ്ഞു. ഇപ്പാണ് ഏറ്റവും മോഡൽ സമയം വന്നത്. ഇപ്പൊ കയറും വേണ്ട, ഉജാലന്റെ വേണ്ട, അതിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇതാ ഈ കുപ്പി ഇങ്ങോട്ട് ഇറങ്ങിയല്ലോ. ഒരിക്കലും ഈ കുപ്പി നാശാവൂരട്ടോ. ഇതിന്റെ മുഴച്ചിരിക്കുന്ന 5 ഭാഗല്ലേ, ഇതാ 1 2 3 4 5. ഈ 5 ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്യുക. നല്ല മൂർച്ചുള്ള കത്തിയുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. വേഗം കഴിയൂ. എനിക്ക് കഴിയുന്നുണ്ട്. അതപ്പം എൻ്റെ മിടുക്കികളല്ലേ നിങ്ങളെല്ലാരും. ഇതാ നിങ്ങൾ കണ്ടോ, 5 ഹോൾസ് ഉണ്ടാക്കി. ഈ 5 ഹോൾസിലേക്ക് ആദ്യം നമ്മൾ മൊത്തം കട്ട് ചെയ്യലല്ലേ. അപ്പൊ ആ ഹോൾസ് അവിടെ ഉള്ളത് കൊണ്ട് ചൂരിങ്ങനെ ചെതറി നിൽക്കും. എന്നിട്ട് നമ്മൾ ഓരോന്ന് എടുക്കുകയാണെങ്കിൽ അത്രയും അല്ല കുറെ അങ്ങ് പോവുകയാണെങ്കിൽ നല്ലതാണ്. ഇത് ഓരോന്ന് ഒക്കെ ഞാൻ ലാസ്റ്റ് ഓരോന്നൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് സമയം പോകും ഇതിന്. ഒക്കെ ഒരു ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാണ്ട് ഇങ്ങനത്തെ പണിയൊക്കെ എടുത്താലേ വീട്ടിലൊരു ചൂലുവാവും. നിങ്ങള് ഈ ഈർക്കിളി ചൂലൊന്ന് കടയിൽ പോയി അന്വേഷിച്ച് നോക്കി വില അറിയണമെങ്കിൽ. അങ്ങനൊക്കെ ആണെങ്കിൽ നമ്മളെ ഈ പെർഫെക്റ്റ് അതിന് കിട്ടൂല. പണവും ലാഭിക്ക, ഉറങ്ങിയും വേണ്ട, നല്ല ഫ്രഷും ആവും. നമുക്ക് ചൂലായി. പണം ലാഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂല് വാങ്ങണമെങ്കിൽ കടയിൽ പോണ്ടേ, കടയിൽ പോയി പൈസ കൊടുത്ത് വാങ്ങണ്ടേ, അതിന് പെട്രോൾ എത്തിക്കണോ, അധ്വാനിച്ച് പൈസ കൊണ്ടുവന്ന് അരി വാങ്ങി തരുന്ന ആളോട് പറയണം ചൂല് വേണം. ഒക്കെ ഞമ്മക്ക് തന്നെ ഉണ്ടാക്കിയാൽ എന്തൊരു സുഖ. എല്ലാത്തിനും വേണം കേട്ടോ മനസ്സ് വെക്കണം. അതില്ലെങ്കിൽ ഇത് മലമറിക്കുന്ന പണിയാ. ഇങ്ങനെ അങ്ങോട്ട് ചെയ്താല് ഇത് ഫുള്ളാക്കുമ്പോ വേറെയും മോഡലൊക്കെ ഉണ്ടാവും കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ അടുത്ത് അല്ല ഉഷാറുള്ളവരൊക്കെ ഉണ്ട് നമ്മളെ കുടുംബത്തില്. ഉഷാറുള്ളവര് അവരൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളത് എനിക്ക് പറഞ്ഞു തരണേ. ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ വിജയിച്ച് എനിക്ക് മടി എന്ന് പറഞ്ഞ സംഭവമല്ല അടിച്ചു വരാൻ. പിന്നെ ഊരവേദന ഉള്ളവർക്കൊക്കെ ഒന്ന് നല്ലതാ, അധികം കുനിയണ്ട. എല്ലാം 5 നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വാരിടാൻ കഴിയൂല. അങ്ങനെ ഒന്നുണ്ട്. 5 നിറച്ച് കഴിഞ്ഞാല് പിന്നെ ഓരോന്നാക്കിയിടണം. എന്താ കണ്ടില്ല, 5 ഞാൻ നിറച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഓരോന്നിട്ടിട്ട് മാക്സിമം ഇതിൽ എത്ര കൊള്ളു അത്രയും ഇങ്ങനെ കിടക്കുകയെന്നറിയില്ലേ, അതുപോലെ അങ്ങോട്ട് ഇടുക.
നിങ്ങളവിടെ തെങ്ങൊക്കെ ഉണ്ടാവുമായിരിക്കൂലേ എല്ലായിടത്തും. ഇവിടെ വയനാട് തെങ്ങ് കുറവ്, അപ്പം എല്ലായിടത്തും തെങ്ങുണ്ട്. നാട്ടില് പിന്നെ തേങ്ങ തന്നെയല്ലേ ഉള്ളൂ, തെങ്ങ് മട്ടല്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കത്തിക്കൽ തന്നെയായിരുന്നു. മട്ടല് വൈകുന്നേരം ആയാലിൻ്റെ ഉമ്മാക്കൊക്കെ തന്നെയായിരുന്നു പണി. ഇപ്പൊ അതെല്ലാം പോയി, ഗ്യാസ് ആ സ്ഥാനം ഗ്യാസ് കൈയടക്കിയില്ലേ. അതുകൊണ്ട് പാത്രം വൃത്തി തേച്ചയ്ക്കും വേണ്ട. ഒരു തെങ്ങിന്റെ എല്ലാം നമുക്ക് ഉപയോഗം അല്ലേ. ചകിരി, അതിന്റെ തടി, തേങ്ങ, ഓല, ഈർക്കിളി എല്ലാം നമുക്ക് ആവശ്യ. പിന്നെ വെളിച്ചെണ്ണ കിട്ടും അരക്കാന്. ഇങ്ങനെ അങ്ങ് ഞാൻ ഫുള്ള് നിറച്ച് കൂത്തി നിറച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ, അതല്ലെങ്കിൽ ഇത് സമയം നീണ്ടു. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തി വിട്ട് വിട്ട് നല്ല ശക്തി, എത്ര ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറ്റാൻ കഴിയോ ഒരു സ്പേസ് കൊടുക്കരുത്. ആ കൂത്തി അങ്ങോട്ട് നിറക്കുക. എന്നാല് നമുക്കൊരു മട്ടലിനോണ്ട് 2 ചൂരുണ്ടാക്കട്ടോ. ഇതാ വിജയകരമായിട്ട് 2 ചൂര് ഇതാ കണ്ടില്ലേ. നമ്മളൊന്ന് വൈകുന്നേരത്തെ ഒരു ഉറക്കം വേണ്ടാന്നങ്ങ് വെക്കുക ഒരു ദിവസം. എന്നിട്ട് തോട്ടത്തിൽ ഇറങ്ങി മട്ടൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. നിങ്ങളടുത്ത് കുപ്പിയില്ല എങ്കിൽ ഒന്ന് റോട്ടുമലൂടെ ഇങ്ങനെ അങ്ങ് നടന്നു നോക്കിയാൽ മതി. എന്നാൽ ആ കുട്ടികൾ വലിച്ചെറിഞ്ഞ കുപ്പി ഉണ്ടാവും. എന്താ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ ഞങ്ങൾക്ക് ഇവിടെ ഇടക്ക് വന്ന് പഞ്ചായത്ത് കൊണ്ടുപോകും. ഇങ്ങനെയുള്ള കുപ്പികളൊന്നും ഞാൻ കൊടുക്കൂല. എനിക്ക് ഇതിനൊക്കെ ആവശ്യമാണ്. എനിക്കിത് വിത്ത് മുളപ്പിക്കാൻ വേണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെടി വെള്ളത്തിലിട്ടേക്കാൻ വേണോ, അല്ലെങ്കിൽ ചൂലുണ്ടാക്കാൻ വേണോ, എന്തിനെങ്കിലും ഞാൻ ഉപയോഗിക്കൂ. അത് എങ്ങനെയാണോ ഇതിൽ ഇനി എത്ര ഉണ്ടോന്നോ അങ്ങനെ കൂത്തി 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 നിറക്കുക. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ പണി കഴിഞ്ഞ് ഇങ്ങനെ മതി എന്നുള്ളത്. ഇനിയാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇനിയാണ് അടുത്ത പണി. ഈ മൂടിയില്ലേ, ഈ മൂടി കൊണ്ട് ഒരു പണിയുണ്ട്. മൂടി ഊരി കഴിഞ്ഞിട്ട് ഒരു സാധനം ഫിറ്റ് ചെയ്യാണ്ട്. എന്നാ പിന്നെ ഇത് നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ കഴിഞ്ഞ് ഇനി ഇങ്ങനെ അടിച്ചു വരാൻ. ഇങ്ങനെ നമ്മൾ എത്ര കൂത്തി നിറച്ച് ഉറപ്പ് വരുത്തി നമുക്ക് ഒന്നുമില്ല അത്ര ഫിറ്റാന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് അടിച്ചു വാരി നോക്കി കുറച്ച് കഴിഞ്ഞാൽ കാണാൻ എന്തെങ്കിലും ഒന്നെങ്കിലും ഊരിപ്പോവും, ഉറപ്പാ. അങ്ങനെ അത് ഉറപ്പിലട നിൽക്കാൻ ആനച്ചങ്ങല പൊട്ടിച്ചാൽ ഇത് പൊട്ടിക്കാൻ കഴിയാതെ വലിച്ചൂരി എടുക്കാൻ കഴിയാത്ത രീതിയിൽ ഞാൻ ഇതിനെ ഉറപ്പിക്കാൻ പോകുക കേട്ടോ. ഉറപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇത് പ്ലാസ്റ്റിക് ആണല്ലോ. ഈ പ്ലാസ്റ്റിക് ഒന്ന് ചൂടാക്കുക. ഞാൻ ചൂടാക്കട്ടെ, ചൂടാക്കുന്നത് കാണിച്ചു തരാം. ഇതിപ്പോ ഇത്രയല്ല വലിപ്പമുള്ളൂ കുപ്പിക്ക്. അതൊന്ന് ചൂടാവുമ്പോണ്ടല്ലോ കുപ്പി ഇങ്ങനെ ഒന്ന് നീളം കൂടും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചൂടാക്കട്ടെ. ഗ്യാസ് കത്തിച്ച് ഇനി ഞാൻ ചൂടാക്കട്ടെ. ഇത് പ്ലാസ്റ്റിക് കുപ്പിയാണ്, അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടെയാണ് കൂടുതൽ ചൂടാവേണ്ടത്. നീളുന്നത് കണ്ടോ? ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഉഴിഞ്ഞു കൊടുക്കണം. ഉഴിഞ്ഞു കൊടുത്താലേ അവിടെ ഫിറ്റിൽ നിൽക്കാന്. കത്തുന്നൊക്കെ ശ്രദ്ധിക്കണം, ഉണങ്ങിയതാ. ഈ അടപ്പില്ലേ, ഈ അടപ്പ് ഇങ്ങോട്ട് ഊരിയിട്ട് ഒരു ഹോൾസ് ഉണ്ടാക്കുക. ഹോൾസ് ഉണ്ടാക്കി ഒരു കമ്പി ഇടുക. കമ്പി അടിഭാഗം ഇങ്ങനെ ഒരു പിടുത്തുണ്ടെങ്കിൽ അവിടെ നിൽക്കുള്ളൂ കേട്ടോ. ഇങ്ങനെ നിന്നിട്ട് ഇതിനി ഇങ്ങനെ അങ്ങോട്ട് വളക്കുക. ഇതിങ്ങനെ വളച്ചെടുത്ത് കഴിഞ്ഞ് നമുക്ക് ആണിമേലൊക്കെ കൊണ്ട് കൊളത്തി കൊടുത്താൽ ഫസ്റ്റാ. എന്നിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാന്നറിയോ? അത് കഴിഞ്ഞതിന് ശേഷം ഇതങ്ങ് ഇടുക. ഹോൾസ് ഇട്ട് മേലോട്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇടാം. കണ്ടോ? അതുപോലെ തന്നെ 2. ഇതൊക്കെ ഇപ്പൊ ലാസ്റ്റ് ചെയ്യേണ്ട പരിപാടികളാട്ടോ. ഞാൻ ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു ഈർക്കിളി പോലും ആർക്കും ഇത് പ്രയാസം ഇത് വലിച്ചൂരാൻ അത്രക്കും ഫിറ്റിലാണ് നിൽക്കുന്നത്. അങ്ങ് ഉരുക്കിയിട്ട് ഫിറ്റിലങ്ങ് നിന്ന്. കണ്ടോ നീളം വെച്ചത്? കണ്ടോ നീളം വെച്ച് അങ്ങനെ 2 ചൂല് ഒരു മട്ടലുകൊണ്ട് 2 ചൂലുണ്ടാക്കി.
ഇതാ അധികം കുനിയൊന്നും വേണ്ട, നല്ല സുഖ കണ്ടോ, എന്തൊരു അടിപൊളിയാ. ഇത് അകടിച്ചു വരാനും എടുക്കട്ടോ. വേറെ ചൂല് അകടിച്ച് അത് പുറം അടിച്ചു വരണ അകടിച്ചു വരൂരല്ലേ നമ്മള്. ഇപ്പൊ ചൂല് രണ്ടാക്കി മാറ്റിയാൽ മതി. രണ്ട് ചൂല് അതിനായിട്ട് മെനക്കെട്ടാൽ ഒരിക്കലും ഇത് ഊരി പോവൂല. അധികം കുനിയണ്ട. കൈയാണെങ്കിൽ ഇങ്ങനെ അങ്ങ് പിടിച്ച നല്ല മിനുസ, നല്ല മിനുസോ. ഇതുള്ളത് കൊണ്ട് കൊളത്തി വെച്ചാല് ചൂലോ നമ്മൾ ഇനൊന്നും നോക്കണ്ട, ഒന്നും നോക്കണ്ട. നല്ല സുഖ അങ്ങനെ അടിച്ചു വാരി കൊണ്ടുവരാൻ. നമുക്ക് അടിച്ചു വാരാൻ ഒരു മടിയും ഉണ്ടാവില്ല. മൊത്തത്തിൽ മടിച്ചുകളാണല്ലോ ഇപ്പൊ അടിച്ചു വാരാനും എല്ലാത്തിനും. ഇതുണ്ടെങ്കിൽ അത് ഉണ്ടാവൂല, ഉറപ്പാ മടി ഉണ്ടാവൂല. പിന്നെ പറഞ്ഞാല് ഈ മഴക്കാലത്തൊക്കെ ഇത് ഫസ്റ്റാ. മഴക്കാലത്ത് ചളിയും കൊഴുപ്പും ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ചളിയും കൊഴുപ്പും എല്ലാം മൊത്തം ഇതുകൊണ്ട് അങ്ങ് പോവും. എവിടെ ഒരു കരട് ഉണ്ടാവൂല. ഇത് വലിച്ചൊക്കെ ഇങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് എടുക്കും. എല്ലാം ഒട്ടിക്കിടക്കുന്നത് വരെ എടുക്കും. എല്ലാം കൊണ്ടും നല്ലത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ചൂല. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നല്ലോ, ഈർക്കിളി എടുത്ത് ഇങ്ങനെയുള്ള കുപ്പി 5 മുഴ പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി നിറച്ച് പിന്നെ മൂടിയെടുത്ത് ഇങ്ങനെ ഒരു കമ്പി ഇട്ട് കഴിഞ്ഞ് ഇത് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി. കയറ് വേണ്ട, ഒന്നും വേണ്ട. പണ്ട് കാലത്തെ ഒരാവശ്യം ഇപ്പല്ല. ഇപ്പൊ എല്ലാം മോഡലല്ല, അടിപൊളി ചൂല്. നീ അത് കൊളത്തിണ്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഇതാ ഒരു ഈർക്കിളി ഇവിടെ അങ്ങ് വെച്ച ഈർക്കിളിയല്ല അത്. ഇതോടുകൂടെ ചൂലിന്റെ കഴിഞ്ഞു. ഇനി നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരിക, ചൂലെടുക്കുക, അടിച്ചു വാരി എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി വീണ്ടും അവിടെ കൊണ്ടുപോയി വെക്കുക. ചൂല് കൊണ്ടൊരു ശല്യം ആർക്കും ഉണ്ടാവൂല. ഇങ്ങനൊക്കെ ചെയ്ത അടിപൊളി ചൂലായി മാറും കേട്ടോ. ഇതൊക്കെ എന്റെ പഴയ ചൂലുകളാ. 1, 2, 3 ഒന്നും അല്ല, എല്ലാത്തിനും കൊളത്തിടാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ചൂലുണ്ടാക്കാൻ ഇങ്ങനെയുള്ള സൗകര്യവും സുഖവും കണ്ടിട്ട് ചൂലുണ്ടാക്കാനും മടിയില്ല, അടിച്ചു വാരാനും മടിയില്ല, ഒന്നിനും മടിയില്ല. എന്തൊരു ഭംഗിയുള്ള ചൂല. ഇതൊക്കെ വേണ്ടാത്ത സാധനം കൊണ്ട്, പാഴ് വസ്തുക്കളെ കൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. ഇത് ലേഡീസൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞാലേ പൈസയൊന്നും കയ്യിലൊന്നും ഇല്ലാത്ത ആണുങ്ങളോട് ചോദിച്ചു വാങ്ങണ്ടേ. അങ്ങനത്തെ ലേഡീസിന് ഫസ്റ്റാ. ഇത് ഒരു കുടിൽ വ്യവസായമാക്കി മാറ്റാം. ഒരു തൊഴിലവസരമാണ് ഇത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്നോട് എത്ര ആൾ ചോദിക്കുന്നുണ്ട് ചൂലുണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനെ ഉണ്ടാക്കി വിറ്റാ നല്ല പൈസയാ. പിന്നെ മട്ടലൊന്നും നിങ്ങളെ വീട്ടിലില്ലെങ്കിൽ അടുത്ത വീട്ടിലെ തെങ്ങ് വീണ മട്ടൽ ഓൽക്ക് വേണ്ടി വരൂല. ആർക്കും മട്ടലൊന്നും ഇപ്പം വേണ്ട. അത് പോയി എടുത്തു കൊണ്ടുവരിക, ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കി നോക്കി പഠിക്കിട്ടോ. നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ് ഇത്. അപ്പോ എൻ്റെ ചൂല് വീഡിയോ അത്രേ ഉള്ളൂ. ചൂല് പഠിച്ചെന്ന് വിചാരിക്കുന്നു. നാളെ തന്നെ ചൂലുണ്ടാക്കാൻ പോകുന്നുള്ള കമന്റ് ഒക്കെ എനിക്ക് വേണം കേട്ടോ. എല്ലാവരും ഇതുണ്ടാക്കിയാൽ അത് ഇഷ്ടപ്പെട്ട് അതുപോലെ ചെയ്യുന്ന കുറേ കൂട്ടുകാർ എൻ്റെ കുടുംബത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് വെറൈറ്റി ഓരോ ദിവസം കാണിക്കുന്നത്. അപ്പൊ നാളെ ഇനി വേറൊരു വെറൈറ്റി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.